Hello guys, day 2 at Ooty. So first നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ ഓരോ ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എവിടെയാണ് പറഞ്ഞത്? ഹങ്കർ ഫോർട്ടോ. എന്താ അതാ അവിടെ എല്ലാം പോരിക ഇവിടെ. ഓ നൈസ് നൈസ് ഗൈസ്, നല്ല സൂപ്പർ ഫുഡാണ് ഇവിടുത്തെ. നല്ല ചൂട് ഇഡ്ഡലിയും ചൂട് സാമ്പാറും ചമ്മന്തിയും ചട്നിയും എല്ലാം കൂടി കൂട്ടിയിട്ട്. എങ്ങനെയുണ്ടോ ഫുഡ് വിഷ്ണു? അടിപൊളി ഫുഡല്ലേ, കിടിലം ഫുഡ്. ഒരു കുഞ്ഞു കടയാണ്, അടിപൊളി. ഇവിടുത്തെ ചേട്ടനാണ് ഇത്, ഈ ചേട്ടൻ. നമ്മൾ ഇങ്ങനത്തെയൊക്കെ കുഞ്ഞു കുഞ്ഞു കടകളിൽ നിന്ന് കഴിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും, വയറിനും നല്ലതാണ്, നല്ല ടേസ്റ്റി ഫുഡാണ്. അപ്പൊ ഇതാണ് കട, മണിയേട്ടന്റെ കടയാണ്. ടീ റൂം ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ കട കിട്ടും. ഇത് ഏകദേശം ഈ ഒരു സ്പോട്ടിലാണ് വരുന്നത്. ഓക്കെ, ഗൂഗിൾ മാപ്പിൽ ഊട്ടി വരുമ്പോൾ ഗൂഗിൾ മാപ്പിൽ അടിച്ചിട്ട് ഇവിടെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ നല്ല കിടിലം ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, അങ്ങനെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം ഊട്ടീൻ്റെ അകത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണാനാണ് പ്ലാൻ. അങ്ങനെ ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും ഊട്ടി കറങ്ങാൻ വേണ്ടി ഇറങ്ങി. ഊട്ടി ടൂറിസം കൊണ്ട് മാത്രമല്ല ഫേമസ് ആയിട്ടുള്ളത്, ഇവിടുത്തെ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഈസ് വെരി ഗുഡ്. നാട്ടിൽ നിന്നൊക്കെ മക്കളുടെ പഠിത്തത്തിന് വേണ്ടി ഇവിടെ വന്നിട്ട് ഗ്രാജുവലി ഇവിടെ സെറ്റിൽഡായ ഒരുപാട് മലയാളികളുണ്ട്. ഈ കാണുന്നത് ഊട്ടിയുടെ ഒരു മെയിൻ ജംഗ്ഷനാണ്, മേജർ കണക്റ്റിംഗ് പോയിന്റ്. ഇവിടെ വന്നിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള സ്ഥലത്തേക്കൊക്കെ പോകാൻ വേണ്ടി ടേൺ എടുക്കാൻ. പോകുന്ന വഴിക്ക് തോട്ടത്തിൽ ക്യാരറ്റ് പറിക്കുന്ന കണ്ടപ്പോൾ നമ്മൾ അവിടെ നിർത്തി കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു ക്യാരറ്റ് ഇങ്ങനെ പറിക്കുന്ന കണ്ടു നിൽക്കാൻ. ഓരോ ലൈനിലും ക്യാരറ്റ് ഇങ്ങനെ എടുത്ത് പറിച്ച് അതിങ്ങനെ അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെച്ചേക്കുവാണ്. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പരിപാടി ഹോഴ്സ് റൈഡിങ് ആയിരുന്നു. രാത്രിയിലെ പോലെയല്ല, പകല് നല്ല ചൂടുണ്ട് ഊട്ടിക്ക്. രാവിലെ ലേറ്റായി ഇറങ്ങിയതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. എന്താണെങ്കിലും നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയേക്കാണ്. വിഷയമില്ലാത്ത പോക്കാം. എടുത്തോ, ഇവിടെ അവിടെയൊക്കെ ആൾക്കാരുണ്ടോ? എടുത്തോ, പതിയെ എടുത്തോ, പോട്ടെ. അത് കുറച്ച് താഴോട്ട് പോട്ടെ, കുഴപ്പമില്ല. നീ എടുത്തോ, പതിയായി കൂടെ പോയാൽ മതി. നീ ചെയ്യത്തൊന്നുമില്ല. എടുത്തോ സൈസാടാ. നമ്മളിപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. ടിക്കറ്റ് റേറ്റ് അഡൾട്ടിന് 30 rupees, ചിൽഡ്രൻ 10 rupees, കാർ പാർക്കിംഗ് 30, ബൈക്കിന് 10 രൂപ. ക്യാമറ 100 rupees ആണ്. നമ്മൾ ഫോണായതുകൊണ്ട് കുഴപ്പമില്ല. അത് പാത്ത ഇതെടുത്തായിരുന്നു 280 rupees നമുക്ക്. നമ്മൾ മൊത്തം 8 പേരും ഒരു കാറും ഒരു ബൈക്കും, അപ്പോൾ 280 rupees ആയി. ഗൈസ്, ഇത് എൻട്രൻസിൽ ഒരു കരടി നിൽപ്പുണ്ട് ഗൈസ്. കരടിയുടെ ഇപ്പുറത്ത് വേറൊരു കരടി.
ഇനി നമ്മള് പോകുന്ന സ്ഥലത്തിന്റെ പേര് പറഞ്ഞു കൊടുക്കോ. ഈ സ്ഥലത്തിന്റെ പേരാണ് കെയ്ൻ ഹിൽസ്. കെയ്ൻ ഹിൽസ് കാണാൻ വന്നേക്കണം. കെയ്ൻ ഹിൽസിന്റെ ഭംഗി ആസ്വദിക്കാൻ അതെ. നടന്നു. സോ ഇവിടെ വാച്ച് ടവർ ഉണ്ട്, ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. സോ വാച്ച് ടവറിലേക്ക് നേരെ നടന്ന വാച്ച് ടവർ, ലെഫ്റ്റിൽ നടന്നാൽ ഹാങ്ങിങ് ബ്രിഡ്ജ്. അപ്പോൾ നമുക്ക് രണ്ടും പോവാം അല്ലേ? ധീരൻ പവർ അല്ലേ? പവറേഷ് രണ്ട് സ്ഥലത്തും പോവാം. ഓക്കെ. ഇവിടെ ഇതിൻ്റെ അകത്ത് കുറച്ച് എൻഡേഞ്ചേർഡ് സ്പീഷീസിൻ്റെ കുറച്ച് ഇതുണ്ട്. ഹിസ്റ്ററി ഓഫ് നീൽഗിരീസ്, ഇവിടുത്തെ റെയിൽവേ ലൈൻസ്, ഇതൊക്കെ സ്റ്റീം എഞ്ചിൻ്റെ ഒക്കെ കാലത്ത്, ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ആ സംഭവങ്ങളും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ മറിച്ച് നോക്കാം. അങ്ങോട്ടില്ലേ? ഈ സൈഡ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഗുഹയുണ്ട്. ആ നൈസാണല്ലോ. അതാണ് സീ വെസ്റ്റേൺ ഗട്ട്സ് അറ്റ് എ ഗ്ലാൻസ്. ഇവിടെ വെസ്റ്റേൺ ഗട്ട്സിന്റെ എന്തോ സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത് കൂടെ ഉണ്ട്. ഓക്കെ, നോക്കാം. ഇത് വീണ്ടും കുറച്ച് ടൈഗറിൻ്റെ ഫോട്ടോസ്, ബൈസൺ, കുറച്ച് ആനിമൽസിൻ്റെ പിക്ചേഴ്സാണ് ഇവിടെ. വാട്ടർഫോൾസ്, അതേപോലെ തന്നെ ലേക്കിൻ്റെ വ്യൂ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് തുമ്പിയുടെ ഫോട്ടോ. തുമ്പിക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാ? ഇവിടെ എന്താ കുറച്ച് ട്രൈബൽസിൻ്റെ ഇതൊക്കെ അല്ലേ? ഓക്കെ. ഇത് കുറേ ട്രൈബൽസിൻ്റെ ഫോട്ടോസും ഓരോ ട്രൈബിൻ്റെ പേരും ഉണ്ട്. ഈറുള ട്രൈബ്, അതുപോലെ കുറുമ്പ ട്രൈബ്. ആ ഓക്കെ. നമ്മളവിടെ ഉള്ള നമ്മുടെ പഴശ്ശിരാജയുടെ ഓക്കെ. ഇവിടെ എന്താണ് കാട്ടുനായകൻ ട്രൈബ്, പാനിയ ട്രൈബ്, കോട്ട ട്രൈബ്. ഇവിടെയൊക്കെ കണ്ടോ? ഇവിടെ ഡ്രസ്സിങ് ഒക്കെ, ഡാൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ വഴി പോയിട്ട് ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് പോവാണ്. നല്ല രസമല്ലേ? പൈൻ ഫോറസ്റ്റ് ഒക്കെ, ആകാശത്ത് തൊട്ട് നിൽക്കുന്ന പൈൻ മരങ്ങൾ. അവിടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുക. ഇവിടെ ഇതേ ബ്രിഡ്ജ് ഇവിടെ നോക്കി കാണാം. ഇതാണ് ഹാങ്ങിങ് ബ്രിഡ്ജ്. ഇങ്ങനെ പവർ അല്ലേ? സെറ്റ് അല്ലേ? ഇതാണ് ഹാങ്ങിങ് ബ്രിഡ്ജിന്റെ എൻട്രി. മരത്തിൽ കണ്ടോ? മരത്തിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഹാങ് ബ്രിഡ്ജ് ഉണ്ടാക്കുന്നത്. ഓരോ മരം കണക്ട് ചെയ്തിട്ട് ഇത് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ച് സൈഡിൽ കൂടെ, മരത്തിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്കും സൈഡിൽ കൂടെ വഴി. അങ്ങനെയാണ് ഹാങ് ബ്രിഡ്ജിൻ്റെ ഡിസൈൻ. അതെ, സൈഡത്തെ ഈ സംഭവങ്ങൾ മാത്രം സ്റ്റീൽ വെച്ച് സെറ്റ് ചെയ്തേക്കാം. പിന്നെ അതേപോലെ തന്നെ കേബിളാണ് മുകളിൽ കണ്ടോ? വണ്ണമുള്ള കേബിളിൽ സെറ്റ് ചെയ്തേക്കുക. ജിഷ്ണു ഒരു ഹായ് പറഞ്ഞേ. ചാടിക്കോ. അക്രമം ഇവിടെ പൊളിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ സീന. വലിയൊരു കോൺഫിഡൻസ് ഒന്നുമില്ല. അമ്മേ, അയ്യോ. അടിപൊളി, പീസ്ഫുൾ അല്ലേ? ആ പക്ഷികളുടെ ഒച്ചയും, ആഹാ, എല്ലാം പൈൻ ഫോറസ്റ്റ് ആണ്. ചുറ്റും ഇപ്പൊ ഞങ്ങൾ ചെറിയ ഡാൻസ് എടുക്കാനുള്ള പ്ലാനാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഈ പൈൻ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെ പോയ ഈ വഴിയിൽ എൻഡിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. ആഴ്വാരം രാത്താരം ഉന്മാദം നേരം. ഇതെന്താ വിശാഖേ? അതെ, ഓക്കെ. എന്നിട്ട് അപ്പുറത്ത് നിന്നിട്ട് ഈ അടക്കണത്. ഇനി എനിക്ക് പുറത്തേക്ക് വരാൻ പറ്റില്ലല്ലോ, മണ്ടൻ.
ഇങ്ങോട്ട് റെസ്ട്രിക്റ്റഡ് ആണ് ഗൈസ്. അതെ, ഡാൻസ്, ഞങ്ങളുടെ ഡാൻസ് റീൽ വൈറലാവുന്നതായിരിക്കും. ഡാൻസ് റീലിനെ കുറിച്ച് പറഞ്ഞല്ലോ, എന്താണത്? യൂട്യൂബ് ചാനലിൽ തന്നെ കാണാം അല്ലേ? ഓക്കെ, അപ്പൊ ഗൈസ് നമ്മളിത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം, ഇവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം അടുത്ത അപ്ഡേറ്റിന് വേണ്ടിട്ട്. എല്ലാരും ഇവിടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തോളാം, ബെല്ലൈക്കൺ ഞെക്കിക്കളാ. To a little girl, loveliness is all around you. പേരെന്താ? എന്തോ ഒരു പേരാണ് ഗൈസ്. ഇതാണ് നമ്മുടെ വ്യൂ പോയിന്റ്. ആ അതന്നെ, ഇതിന്റെ മേലെ കയറിയല്ലേ. ഓക്കെ, ഇതെന്താണ്? ഡോണ്ട് ഗോ ദിസ് വേ. നമുക്കിവിടെ മേലെ കയറണം. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നോക്കുന്ന വ്യൂ ആണിത്. ഓ മൈ ഗാഡ്, നൈസ്. ആഹാ, എൻട്രി ഇല്ലാത്ത ഈ റോട്ടിൽ കൂടെ പോയാൽ എന്താന്ന് നോക്കാൻ നല്ല ക്യൂരിയോസിറ്റി ഉണ്ട്. പക്ഷേ അവിടെ പോയാൽ ചിലപ്പോൾ എന്തെങ്കിലും ഫോറസ്റ്റ് ആൾക്കാരൊക്കെ ചിലപ്പോൾ സീനാക്കും. ഇവിടെ പൈൻ മരങ്ങളുടെ ചെറിയ തൈകളുണ്ട്, കണ്ടോ? ഇത് വളർന്നിട്ടാണ്, ഇതൊക്കെ വളർന്നിട്ടാണ് ഇതുപോലത്തെ വലിയ മരങ്ങളായിട്ട് ഉണ്ടാവുന്നത്. നമ്മളിവിടുത്തെ കുറേ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല അടിപൊളി ഫോട്ടോജീനിക് ആയിട്ടുള്ള പ്ലേസ് ആണ്. ഇനി തിരിച്ചു പോവാണ്. തിരിച്ച് നമ്മൾ എവിടെയാടാ പോണേ? പോവാം. അതെ, വൈ അടുത്ത സ്പോട്ട് ഏതാ? അടുത്ത സ്പോട്ട് നമ്മള് എവിടെയാണ് പോണത്? ഹംഗർഫോർഡ് റിസോർട്ട്. ഓക്കെ, നമ്മൾ ഹംഗർഫോർഡ് ടീ എസ്റ്റേറ്റിൽ എത്തിയിരിക്കുകയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടീ എസ്റ്റേറ്റ്. ഇവിടുന്ന് അങ്ങോളം ഏക്കേഴ്സ് ആൻഡ് ഏക്കേഴ്സ് ഓഫ് ടീ എസ്റ്റേറ്റ് ആണ്. ഇങ്ങോട്ട് എസ്റ്റേറ്റിൻ്റെ അകത്തോട്ട് അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ടോ? അങ്ങോട്ടേക്ക് കയറാൻ 100 rupees പെർ ഹെഡാണ് ഇവിടുന്ന് എൻട്രി. ഷൂട്ടിംഗ് സ്പോട്ട്. ഇതാണ് ഷൂട്ടിംഗ് സ്പോട്ട്. അപ്പോൾ നമുക്ക് നല്ല പിക്ചേഴ്സൊക്കെ എടുക്കാൻ പറ്റിയ ഒരു പ്ലേസാണ്. എന്താ, ഒരുപാട് മൂവീസൊക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ആയതുകൊണ്ടാണ് ഇവിടെ ഷൂട്ടിംഗ് സ്പോട്ട് എന്ന് പേര് വന്നത്. സോ ഇതാണ് ഇതിൻ്റെ എൻട്രി. ഫോർ അഡൾട്ട് ഇറ്റ് ഇസ് 30 rupees. സോ ഇവിടുന്ന് അങ്ങ് വരെ പോകണം. മേലെ വരെ കയറിപ്പോയി അവിടുന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കും. പുള്ളിക്കാരൻ റിയലായിട്ട് ഓടിച്ചു കേട്ടോ. ഇവിടെ കയറണമെങ്കിൽ 30 rupees ആണ് ഒരാൾക്ക്. നമ്മൾ ചോക്ലേറ്റ് വാങ്ങിച്ച എത്രയാടാ ഇതിന്? 120. ഇത്രയും ചോക്ലേറ്റിന് 120 ആണ്. അതെ, അതെ, അതും 120 സെറ്റ്. ഇതാണ് ഊട്ടി ആപ്പിൾ. ഒരെണ്ണത്തിന് 60 രൂപയാണ്. എത്ര ക്വാണ്ടിറ്റി ഉണ്ട്? ഓക്കെ ഓക്കെ ഗൈസ്, നല്ല ഫ്രഷ് ആപ്പിളാണ് ഇത്, കണ്ടോ? അടിപൊളി ടേസ്റ്റ്.
ക്യാരറ്റും ബീട്രൂട്ടും എവിടെ നോക്കട്ടെ, ഫ്രഷ് ആണോ നോക്കട്ടെ, ഫ്രഷ് ആണോ നോക്കട്ടെ. നല്ല ഫ്രഷ് ക്യാരറ്റ്. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് സ്പ്ലിറ്റ് ആവാണ്. ഞാനും വിഷ്ണു കൂടി തിരിച്ച് ബാംഗ്ലൂരേക്ക് പോവാണ്. ആൻഡ് ഇവർ തിരിച്ച് നാട്ടിലേക്ക്. അല്ലേ സുനിമോനെ? അപ്പോൾ അടുത്ത പ്രാവശ്യം നാട്ടിൽ വരുമ്പോൾ കാണാം. പോട്ടെ. ശരി, അപ്പോൾ ഓക്കെ. വൈശായോടെ? ബൈ ബൈ ബൈ. അതെ, എന്ത്? അല്ല, ഞാൻ ഇവിടെ വന്നിട്ടില്ല. എന്തിന്? ബൈ, പോട്ടെ. ബൈ ബൈ ജിജോ മൊബിൻ. ബൈ. ഓ ബൈ. എടാ വീട്ടിനകത്ത് വിളിക്കട്ടോ. ശരി, ബൈ ബൈ. സൂപ്പറാ ആണോ? ബൈ 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 ബൈ. മസനഗുഡി വഴി രാത്രി ബൈക്ക് കടത്തിവിടാത്തതുകൊണ്ടും ആ വഴി ഒട്ടും സേഫ് അല്ലാത്തതുകൊണ്ടും നമ്മൾ ഗൂഡല്ലൂർ വഴിയാണ് തിരിച്ച് ബാംഗ്ലൂരേക്ക് പോകുന്നത്. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൂട്ട് തന്നെയാണ് ഈ ഒരു റൂട്ടും. ഗൂഡല്ലൂർ വഴി ബാംഗ്ലൂരേക്ക് പോകുമ്പോൾ മുതുമലൈ ടൈഗർ റിസർവിൽ ബൈക്കിന് എൻട്രി 7 മണി വരെയുള്ളൂ. ഗൂഡല്ലൂർ എത്തിയിരിക്കുന്നു ഗൈസ്. ഇത് റൈറ്റ് 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 റൈറ്റ്. നല്ല വിശപ്പല്ലടാ. ബീഫുണ്ട്. രാവിലെ ആ ഇഡ്ഡലി കഴിച്ചതാ, പിന്നെ കറിയിടൊന്നും കഴിച്ചിട്ടില്ല. നല്ല വിശപ്പ്. ഇല്ല, ഒന്നും കഴിച്ചിട്ടില്ല. കാര്യമായിട്ടൊന്നല്ല, ഒന്നും കഴിച്ചിട്ടില്ല. വെള്ളം മാത്രം. ആന 1 2 3. ഇത് മൊത്തം കാട്ടുപോത്താ. ഇത് മൊത്തം കാട്ടുപോത്താടാ. അയ്യോ, തമിഴ്നാട് ലിമിറ്റ്. സേഫ് ആയിട്ട് വീണ്ടും ബാക്ക് ടു ബാംഗ്ലൂർ, ബാക്ക് ടു എൽക്കോൺ സിറ്റി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരു കിടിലം ട്രാവൽ വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. ഇറ്റ്സ് മീ ജിജോ സൈനിങ് ഓഫ്. ബൈ.